അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഒരു അടിപൊളി ടേസ്റ്റി കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. ഇന്ന് കോളിഫ്ലവർ വെച്ചിട്ടുള്ള കറിയാണ് തയ്യാറാക്കുന്നത്. വറുത്തരച്ചാണ് തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഈ 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ അതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് 1 ടീസ്പൂൺ, അല്ലാതെ സാധാ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ആ പച്ച കുത്തലൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഞാൻ ഇവിടെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഏകദേശമൊക്കെ അതിൻ്റെ ആ പച്ചക്കുത്തിലൊക്കെ മാറി നല്ലതുപോലെ ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് വെള്ളം ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കോളിഫ്ലവർ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഉരുളൻകിഴങ്ങും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ചട്ടി ചൂടായി വന്നപ്പോൾ അതിലോട്ട് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം 2 സവാളയാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ 2 തക്കാളി വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതെല്ലാം കൂടി ആ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഈ അരപ്പിൻ്റെ കൂടെ മിക്സാക്കി എടുക്കണം. അതെല്ലാം ഇപ്പോൾ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതെല്ലാം ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഒരു വിധമൊക്കെ അത് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ 1 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. വീണ്ടും നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് നേരവും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അടിപൊളി ടേസ്റ്റി കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാനും പറ്റും. നല്ല ടേസ്റ്റിയാണ്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. ഇനി നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത പ്രാവശ്യം ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.